കർണാടക ഗുണ്ടൽപേട്ടിൽ വയലിൽ കൃഷിപ്പണിക്കിടെ കർഷകന് കടുവയുടെ ആക്രമണം. പടകലപുര ഗ്രാമത്തിലെ മഹാദേവിനാണ് പരിക്കേറ്റത്. മുഖത്ത് ഗുരുതര പരിക്കേറ്റ് ഇയാളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അർജുൻ, എന്താണ് സംഭവിച്ചത്? ദൃശ്യങ്ങൾ ഭീകരമാണ്. അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് ഈ ഗുണ്ടൽപേട്ട എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ ഈ കർഷകർ ഈ വയലിലേക്ക് ഇറങ്ങി, അതായത് കൃഷിക്കായി ആ സ്ഥലത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ ആ കടുവയുടെ ആക്രമണം ഇയാൾക്ക് നേരെ ഉണ്ടായിരുന്നത്. ഇയാൾ രാവിലെ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ കടുവ പെട്ടെന്ന് തന്നെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തെ തുടർന്ന് ഇയാളുടെ മുഖത്ത് ഗുരുതരമായിട്ടുള്ള ഒരു പരിക്ക് തന്നെയാണ് ഇയാൾക്കുണ്ടായിരുന്നത്. രണ്ട് കണ്ണും ചൂടുന്ന് എടുത്ത നിലയിലായിരുന്നു അദ്ദേഹം പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത്. മാത്രമല്ല മുഖമൊക്കെ വികൃതമായി ചോര ഒലിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. തുടർന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇയാളുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുഖത്ത് കാര്യമായി തന്നെ സാരമായി തന്നെ പരിക്ക് ഇയാൾക്ക് ഏറ്റിട്ടുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ ഈ പ്രദേശത്ത് കടുവ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചിരുന്നു. അത്തരത്തിൽ നേരത്തെ തന്നെ നാട്ടുകാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായിട്ടൊക്കെ വനം വകുപ്പിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഒരു സ്ഥലം കൂടിയാണ് ഈ ഗുണ്ടൽപേട്ട ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഇപ്പോഴും പ്രതിഷേധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. എന്തിനാ തന്നെ വനംവകുപ്പ് അടക്കം ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. യെസ് അർജുൻ, കർണാടക ഗുണ്ടൽപേട്ടിൽ വയലിൽ കൃഷിപ്പണിക്കിടെ കർഷകന് കടുവയുടെ ആക്രമണം. പടകലപുര ഗ്രാമത്തിലെ മഹാദേവിനാണ് പരിക്കേറ്റത്. മുഖത്ത് ഗുരുതര പരിക്കേറ്റ ഇയാളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.